മൂകാംബിക അമ്മ, കലകളുടെ അമ്മ എന്നാണ് മൂകാംബിക അറിയപ്പെടുന്നത്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ശിവശക്തി ഐക്യരൂപേണെ കുടികൊള്ളുന്ന മൂകാംബികാദേവി രാജ്ഞിയായും ബാലികയായും ആരാധിക്കപ്പെടുന്നുണ്ട്. 3 ഭാവങ്ങളോട് കൂടിയ ദേവിയാണെങ്കിലും മൂകാംബികാദേവിക്ക് 3 സമയങ്ങളിൽ 3 രീതിയിലുള്ള പ്രത്യേക പൂജയില്ല. ഭക്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സങ്കല്പിക്കാം. മൂകാംബിക ഭക്തർക്ക് ശക്തിയും വിദ്യയും ഐശ്വര്യവും നൽകുമെന്നാണ് ഫലം. മഹാസരസ്വതി സാന്നിധ്യമുള്ള ക്ഷേത്രമായതിനാൽ ഭഗവതിയെ ഉപാസിച്ചാൽ കലാസാഹിത്യ തൊഴിൽ മേഖലകളിൽ ഉയർച്ച ഉണ്ടാകുമെന്നാണ് വിശ്വാസമല്ല കേട്ടോ, അതൊരു പരമമായ സത്യം തന്നെയാണ്. അതിനാൽ വിദ്യാർത്ഥികളും കലാസാഹിത്യ സിനിമാ മേഖലകളിലെ പ്രമുഖരും മൂകാംബിക ക്ഷേത്രങ്ങൾ ധാരാളമായി സന്ദർശിക്കുന്നു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ മൂകാംബിക ദർശനം നടത്തിയാൽ വിദ്യാഭ്യാസ ഉന്നതിയും ബുദ്ധിശക്തിയും വാക്ചാതുര്യവും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. പലരുടെയും അനുഭവം അത് തന്നെയാണ് കേട്ടോ. മഹാലക്ഷ്മി പ്രധാനമായ ക്ഷേത്രമായതിനാൽ സർവ്വ ഐശ്വര്യങ്ങൾക്കും ബിസിനസ് തൊഴിൽ രംഗത്തെ ഉയർച്ചകൾക്കും സാമ്പത്തിക തകർച്ചകൾക്കും ഇവിടുത്തെ ദർശനം ഫലപ്രദമെന്ന് വിശ്വാസികൾ കരുതുന്നു. മഹാകാളി സാന്നിധ്യം വഴി ഭക്തർക്ക് എന്തും തരണം ചെയ്യാനുള്ള ശക്തിയും വീര്യവും രോഗമുക്തിയും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. ലോകനാഥയായ ആദിപരാശക്തി തന്നെയാണ് മൂകാംബിക. പരമാത്മാവും പ്രകൃതിയും വികൃതിയും ബുദ്ധിയും കലാകാവ്യങ്ങളും ബ്രഹ്മാവും കുണ്ടലിനി ശക്തിയുമെല്ലാം ഭഗവതി എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ദുർഗതി നാശിനിയായിട്ടാണ് ദുർഗയെ സങ്കല്പിച്ചിരിക്കുന്നത്. നല്ല പ്രവൃത്തികൾ ചെയ്യാനുള്ള ഈശ്വരന്റെ പ്രചോദനമായ ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നിവയുടെ പ്രതീകമാണ് ദേവിയുടെ 3 പ്രധാന ഭാവങ്ങൾ. ഇങ്ങനെ ഇവയെല്ലാം ചേർന്ന ഭാവമായി മൂകാംബികയെ കണ്ടുവരുന്നു. അമ്മേ ശരണം, ദേവി ശരണം, മൂകാംബികേ അമ്മേ ശരണം. എല്ലാ ഭക്തർക്കും മൂകാംബിക അമ്മയുടെ പൂർണ്ണ അനുഗ്രഹവും സംരക്ഷണയും ദർശനവും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ.